നമ്മുടെയൊക്കെ സന്താനങ്ങളുടെ വിഷയത്തിൽ നമുക്കിന്ന് വലിയ ആശങ്കയാണ്. കാരണം സ്കൂൾ തലം മുതൽ ഇന്ന് കൊച്ചുമക്കൾ വരെ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമകളായി മാറുന്നുവെന്ന വാർത്തകൾ ദിനം പ്രതി ദിനവൃത്താന്ത മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണാൻ. നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് ഇരു ലോകത്തും നമ്മുടെ മക്കൾ ഉപകാരപ്പെടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? സമൂഹത്തിന്റെ മുമ്പിൽ തല താഴ്ത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് മക്കൾ മുഖാന്തിരം എത്താതിരിക്കാൻ എന്ത് നടപടികളാണ്, നിലപാടുകളാണ് നാം കൈക്കൊള്ളേണ്ടത് മക്കളുടെ വിഷയത്തിൽ? അതിനൊരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ അങ്ങോട്ട് വഴി നടത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് ഇരു ലോകത്ത് ഉപകാരപ്പെടും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ നമ്മുടെ മക്കളെ വഴി നടത്തിയാൽ ഇരു ലോകത്തും നമ്മുടെ മക്കൾ ഉപകാരപ്പെടുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഏത് കാലഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത്? ഫറോവ എന്ന രാജാവ് നാട്ടിലുള്ള മുഴുവൻ ആൺമക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഭുജാതനാകുന്നത്. ഫിർഔൻ നാട്ടിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺമക്കളെയും ചോര പൈതങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന, വളരെ നിഷ്കരുണം വധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലേ? ആ സമയത്താണ് ആര് ജനിച്ചത്? ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. ഫറോവ നാട്ടിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും വധിച്ചൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മൂസാ പ്രവാചകൻ ജന്മം നൽകുമ്പോൾ മൂസാ പ്രവാചകന്റെ മാതാവാകുന്ന യൂഹാൻ എന്നവർക്ക് ആശങ്കയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അല്ലാ, എൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് ബേജാറുണ്ട് അല്ലാ, എൻ്റെ മകന്റെ കാര്യത്തിൽ വല്ലാത്ത അസ്വസ്ഥത എനിക്കുണ്ട് നാഥ. അതുകൊണ്ട് എൻ്റെ മകന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത്? എന്ത് നിർദ്ദേശമാണ് നിനക്കെനിക്ക് നൽകാനുള്ളത്? കാരണം ഫറോവ എന്ന രാജാവ് നാട്ടിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകൊല വിളിക്കുകയാ. ഏതോ ഒരു ജ്യോത്സ്യന്റെ വാക്ക് പ്രകാരം ആ വാക്കിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഭാവിയിൽ ജനിച്ചു വീഴുന്ന ആൺകുട്ടികൾ ഒരുപക്ഷെ നിന്റെ പ്രതിയോഗികളായി, നിന്റെ എതിരാളികളായി മാറിയേക്കാമെന്ന ഏതോ ഒരു ജ്യോത്സ്യന്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആൺമക്കളെയും കൊന്നൊടുക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂഹാൻ എന്ന മൂസാ പ്രവാചകന്റെ മാതാവ് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, യൂഹാനെ, നീ മരത്തിൽ ഒരു പെട്ടിയുണ്ടാക്കണം. മരം കൊണ്ട് നീ ഒരു പെട്ടി നിർമ്മിക്കണം. ആ പെട്ടിയിൽ നിന്റെ മകനെ നീ വെക്കണം. എന്നിട്ട് നൈൽ നദിയുടെ ഓളപ്പരപ്പിലൂടെ നിന്റെ മകനെ നീ ഒഴുക്കി വിടണം. യൂഹാൻ, നിന്റെ മകനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. സുരക്ഷിതമായൊരു കേന്ദ്രത്തിലേക്ക് നിന്റെ മകന് ഞാൻ അഭയം നൽകിക്കൊള്ളാം. അല്ലാഹു തആല പറഞ്ഞു, യൂഹാൻ എന്നവർ ഒരു പെട്ടി ഉണ്ടാക്കാണ്. അവിടെ ഒരു ആശങ്കയും രേഖപ്പെടുത്തിയില്ല, ഒരാശങ്കയും രേഖപ്പെടുത്തിയില്ല. പടച്ചോനെ, എങ്ങനെയാണ് എട്ടും പൊട്ടും തിരിയാത്ത, അമ്മിഞ്ഞപ്പാലിന്റെ ഗന്ധം മാറാത്ത ചോരപ്പൈതലായ എൻ്റെ മകനെ ഞാനൊരു പെട്ടിയിൽ വെച്ച് നൈൽ നദിയുടെ ഓളപ്പരപ്പിലൂടെ ഞാൻ അങ്ങ് കടത്തിവിട്ട് കഴിഞ്ഞാൽ എൻ്റെ മകൻ അപ്പുറത്ത് എത്തുമെന്ന് എന്തുറപ്പാണുള്ളത്? എൻ്റെ മകൻ ആ വെള്ളത്തിൽ മുങ്ങിച്ചാവുകയില്ലാകെന്ന്, മരിക്കുകയില്ലാകെന്ന് എന്ത് ഉറപ്പാണുള്ളത്? എന്ത് സുരക്ഷിതത്വമാണവനുള്ളത്? എന്ത് സുരക്ഷിതത്വമാണവനുള്ളത് എന്ന ഒരു ആശങ്കയുടെ വാക്ക് പോലും യൂഹാൻ എന്നവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് നൈൽ നദിയിലൂടെ ഒഴുക്കിവിടാനാണ്. പടച്ചോൻ നിർദ്ദേശിച്ച മാർഗം അതാണ്, അല്ലാഹ് തെരഞ്ഞെടുത്തു കൊടുത്ത വഴി അതാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യാ. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് ഒരു പെട്ടി ഉണ്ടാക്കി, നല്ല മരത്തിന്റെ ഒരു പെട്ടി ഉണ്ടാക്കി. ആ മകനെ, ആ ചോര പൈതലിനെ ആ പെട്ടിയിൽ വെച്ചു ഒഴുക്കി വിട്ടു. അവസാനം എന്ത് സംഭവിച്ചു? ഒരു പോറല് പോലും ഏൽക്കാതെ അപ്പുറത്ത്
മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സുരക്ഷിതനായി എത്തുകയാണ്. അവസാനം നാട്ടിലുള്ള മുഴുവൻ ആൺമക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഫറോവ എന്ന രാജാവിന്റെ രാജകൊട്ടാരത്തിന്റെ അകത്തളത്തിൽ രാജാധിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് താമസിക്കുവാനുള്ള സജ്ജീകരണം സൗകര്യം ഒരുക്കി കൊടുത്തു. അവിടെ തന്നെ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ ആര് വളർന്നു? ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം. ഒരു പോറൽ പോലും പറ്റാതെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു മകനാക്കി അല്ലാഹു തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്ത് ചെയ്തു? യൂഹാൻ എന്നവർക്ക് തിരിച്ചു നൽകിയെന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വഴി നടത്തിയാൽ, ആ മാർഗത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടാൽ, നമ്മുടെ മക്കളെ ഓർത്തിട്ട് നമുക്ക് കരയേണ്ടി വരൂല. മക്കളുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരൂല. മക്കളുടെ പേരിൽ കോടതി വരാന്തകൾ കയറി ഇറങ്ങി അവരുടെ കയ്യും കാലും പിടിച്ച് അവരുടെ മുമ്പിൽ കരഞ്ഞ് പിഴിയേണ്ട ഒരു അവസ്ഥ നമുക്ക് വരൂല. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേച്ചു. എന്താ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗം? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗം അത് ഇൽമിന്റെ മാർഗമാണ്, അത് ദീനിന്റെ മാർഗമാണ്, അത് വിജ്ഞാനത്തിന്റെ മാർഗമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും സമുന്നതരായ ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് സയ്യിദുനാ വ മഹബൂബുനാ മുഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗം എന്താ? ഇൽമിന്റെ മാർഗമാണ്. ഇന്നിപ്പോൾ നമ്മൾ അറബി കോളേജുകൾ, ദറസുകളൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കുട്ടികളില്ല. ഉള്ള കുട്ടികൾ തന്നെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അറബി കോളേജുകളിൽ പുതിയ അഡ്മിഷൻ വളരെ കുറവാണ് ഈ വർഷം. നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോയി അത്തരം ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന മതകലാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കുക. ധാർമ്മികതയിലൂന്നിയ ഭൗതികമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്കുണ്ടാകേണ്ടത്. അതാണ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മുടെ മക്കൾ ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കട്ടെ, നല്ലൊരു ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാകട്ടെ, മറ്റ് ഏതെങ്കിലും ഭൗതികമായ തസ്തികയിലേക്ക് IPS-കാരും IAS-കാരൊക്കെ ആകട്ടെ. പക്ഷേ ഈ പറയപ്പെട്ട ഭൗതികമായ ഉന്നതമായ തസ്തികകളിലേക്ക് എത്തിപ്പെട്ടിട്ട് അവൻ നല്ലൊരു മനുഷ്യനായില്ല എങ്കിൽ, അവൻ മാതാപിതാക്കളെ പരിചരിക്കുന്നവരും പരിഗണിക്കുന്നവനും പരിലാളിക്കുന്നവനുമായിട്ടില്ല എങ്കിൽ, കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന ഒരു ബോധം അവനില്ലാത്തൊരവസ്ഥയാണുള്ളതെങ്കിൽ അവൻ നല്ല ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ടോ IPS-കാരനോ IAS ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ രണ്ട് വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കുക. ഒരു 10 വർഷം മുമ്പൊക്കെ ഞാൻ വാതു പറയുമ്പോൾ സാധാരണ പറയാറുള്ളത്, നമ്മുടെ മക്കളിൽപ്പെട്ട ഒരാളെങ്കിലും നിങ്ങൾ ആലിമാക്കണം, പെൺകുട്ടികളെ ഒരാളെങ്കിലും ആലിമത്താക്കണം, ഹാഫിളത്താക്കണം എന്നാണ്. എന്നാൽ ഇന്നെനിക്ക് പറയാനുള്ളത്, ഈ സമകാലീന സാഹചര്യങ്ങളുടെ കലുഷിതമായ ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എത്ര മക്കളുണ്ടോ, 5 മക്കളുണ്ടോ, 5 പേരെയും ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും മൊയ്ലിയാക്കന്മാരാക്കി മാറ്റണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. എല്ലാവരും മൊയ്ലിയാക്കന്മാരാക്കി മാറ്റണമെന്ന്. എല്ലാവരും മൊയ്ലിയാരായി കഴിഞ്ഞാൽ നമ്മുടെ മുടി ആര് വെട്ടും? എല്ലാവരും മൊയ്ലിയാരായി കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ ആര് പണിയും? എല്ലാവരും മൊയ്ലിയാക്കന്മാരായി കഴിഞ്ഞാൽ മറ്റു ഭൗതികമായ ജോലികളിൽ ആരാണ് നമുക്ക് സഹായികൾ? അല്ലേ? എല്ലാ മേഖലകളിലും വേണം. അപ്പൊ ധാർമ്മികത ചോർന്നു പോകാത്ത നിരക്കുള്ള ഭൗതിക വിദ്യാഭ്യാസം അത് കൊടുക്കാൻ കഴിയുന്നത് നമുക്കൊക്കെ ഇന്ന് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കൊക്കെ മക്കളെ പറഞ്ഞയക്കാൻ ഏറെ ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമകാലീന ചുറ്റുപാടുകൾ അത്രമേൽ മോശമാണ്. നമുക്കൊന്നും നിർവചിക്കാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത അത്രമേൽ മോശത്തരത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം ഇൽമിന്റെ മാർഗമാണ്. ആ ഇൽമിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ നാം പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചതുപോലെ
ഭൗതിക ആത്മീയ വിജയം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ മക്കളെയും അത്തരം ഭൗതിക ആത്മീയ വിജയം കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കും. അതിന് നമ്മൾ നിദാനമാകണം, അതിന് നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും വിദ്യാഭ്യാസവും ലഭിച്ച നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ഇരുലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.